നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. IAS ഉദ്യോഗസ്ഥ ദിവ്യ എസ് അയ്യർക്ക് വേണ്ടിയുള്ള കെ രാഗേഷിന്റെ കവചം പൊട്ടിപ്പോയി. പാർട്ടിയിൽ ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം രാഷ്ട്രീയ വിവാദമാക്കി VD സതീശൻ സർക്കാരിനെ ആക്രമിക്കാനുള്ള പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെയും നീക്കത്തെ EP ജയരാജൻ തള്ളിപ്പറഞ്ഞത് പാർട്ടി നേതൃത്വത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരുന്നു. EP-യുടെ പ്രസ്താവന സംസ്ഥാന സർക്കാരിന് വലിയ ഗുണമാണ് ഉണ്ടാക്കിയതെന്നാൽ ഇപ്പോഴിതാ വിഴിഞ്ഞം വിവാദത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിനെ തള്ളിക്കൊണ്ടും കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി കൂടി രംഗത്തെത്തിയതോടെ പാർട്ടിയിൽ ഭിന്നാഭിപ്രായം ഉടലെടുത്തെന്ന അഭ്യൂഹമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. രാഗേഷ് പറഞ്ഞതിലൊന്നും വ്യക്തതയില്ലെന്നും ആവിലും ദുനിയാവിലുമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കരുത് എന്നാണ് PK ശ്രീമതി പറഞ്ഞത്. ഇത് ഒരു മലബാർ ശൈലിയിലുള്ള ഒരു സംസാര രീതിയാണ്. ഈ ആവിലും ദുനിയാവിലും എന്നുദ്ദേശിച്ചത് ഈ ലോകത്തും അതുപോലെ തന്നെ പരലോകത്തും രണ്ടിടത്തും ഇല്ല എന്നുള്ള അവസ്ഥയിൽ സംസാരിക്കരുത് എന്നാണ് PK ശ്രീമതി പറഞ്ഞു വെച്ചിരിക്കുന്നത്. പറയുന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിരിക്കണം. വിഴിഞ്ഞത്തിൽ EP ജയരാജൻ സ്വീകരിച്ച നിലപാട് തന്നെയാണ് തനിക്കെന്നും PK ശ്രീമതി വ്യക്തമാക്കി. വിഴിഞ്ഞം പോർട്ട് മുൻ മാനേജിംഗ് ഡയറക്ടറെ ഇത്ര തിടുക്കപ്പെട്ട് മാറ്റിയതിന് പിന്നിലെ അജണ്ട എന്താണെന്ന് കെ രാഗേഷ് ചോദിച്ചത്. സ്വന്തം ഓഫീസിലെ സെക്രട്ടറിയെ തന്നെ തുറമുഖ വകുപ്പ് സെക്രട്ടറിയുമാക്കി മണിക്കൂറുകൾക്കകം നിയമിക്കുന്നു. വിഴിഞ്ഞം പോർട്ടിന്റെ വളർച്ചയിൽ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS-നെ രായ്ക്ക് രാമാനം സ്ഥലം മാറ്റുന്നു. പകരം വരുന്നതാകട്ടെ തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും കൃത്യമായ ധാരണയില്ലാത്ത പുതിയൊരാൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു പോസ്റ്റ് ആയിരുന്നു കെ രാഗേഷ് പോസ്റ്റ് ചെയ്തിരുന്നത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷും ദിവ്യ എസ് അയ്യരും തമ്മിലുള്ള സൗഹൃദം എല്ലാവർക്കും അറിയാവുന്നതാണ്. പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കൃത്യമായി പറഞ്ഞാൽ 2025 ഏപ്രിൽ മാസത്തിൽ കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറിയായി മുൻ രാജ്യസഭാ MP കെ രാഗേഷിനെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ അഭിനന്ദന പോസ്റ്റുമായി ദിവ്യ എസ് അയ്യർ IAS വന്നതും പല രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. അന്ന് ദിവ്യ എസ് അയ്യർ പങ്കുവെച്ച പോസ്റ്റ് ഇപ്രകാരമായിരുന്നു: കർണന് പോലും അസൂയ തോന്നും വിധം ഈ KKR കവചം എന്ന് തുടങ്ങുന്ന പോസ്റ്റ് പല ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. എന്നാൽ ആ പോസ്റ്റിന് വേണ്ടത്ര പ്രാധാന്യം പാർട്ടി കൊടുത്തില്ലെന്നുള്ള സൂചനകൾ തന്നെയാണ് മറനീക്കി പുറത്തു വരുന്നത്. ദിവ്യ എസ് അയ്യർ പ്രഗത്ഭയായ ഉദ്യോഗസ്ഥയാണെന്നും ഏത് സർക്കാരായാലും അവരോട് വിധേയത്വം പുലർത്തുന്നയാളാണെന്നും PK ശ്രീമതി വ്യക്തമാക്കി. മാറ്റം സ്വാഭാവികമാണ്. അവർ ഏതെങ്കിലും അനീതി കാട്ടിയെന്ന് കരുതുന്നില്ല. കാരണം പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. രാഗേഷ് പറഞ്ഞതിൽ വ്യക്തതയില്ലെന്നും ആവിലുമില്ല ദുനിയാവിലുമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കരുതെന്നും PK ശ്രീമതി പറഞ്ഞു. പറയുന്ന കാര്യത്തിൽ വ്യക്തത വേണം. വിഴിഞ്ഞത്തിൽ EP ജയരാജന്റെ നിലപാട് തന്നെയാണ് തനിക്കെന്നും PK ശ്രീമതി ദില്ലിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ദിവ്യ എസ് അയ്യർ പ്രഗത്ഭയായ ഉദ്യോഗസ്ഥയാണ്. അവരെ മാറ്റിയതിൽ പ്രത്യേകിച്ച് അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. ജോൺ ബ്രിട്ടാസിന്റെ അഭിപ്രായം തനിക്കില്ല. സർക്കാർ തീരുമാനം പോലെയാണ് മാറ്റം വരുന്നതെന്നും ശ്രീമതി പറഞ്ഞു. കെ രാഗേഷിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്നില്ല. രാഗേഷ് ഇക്കാര്യം പറയുമ്പോൾ അതിന്റെ കാരണങ്ങൾ കൂടി വ്യക്തമാക്കണം. എന്നാൽ മാത്രമേ ആളുകൾക്ക് വ്യക്തമാവുകയുള്ളൂവെന്നും PK ശ്രീമതി വ്യക്തമാക്കി. അതേസമയം വിഴിഞ്ഞം വിഷയത്തിൽ നേതാക്കൾ രണ്ട് തട്ടിലായത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ക്ഷണിച്ചു വരുത്തുന്നത്. പാർട്ടി വിട്ട വിമതരെ സംബന്ധിച്ചും വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റം സംബന്ധിച്ചും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ സ്വീകരിച്ച നിലപാടിനെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ നിരാകരിച്ചതാണ് തമ്മിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പിണറായി വിജയനും MV ഗോവിന്ദനും സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയത്തെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം പരസ്യമായി നിരാകരിച്ചു എന്നതാണ് കാതൽ. നിഗൂഢമെന്നും ദോഷകരമെന്നും ഇരുവരും ആവർത്തിച്ച് ആരോപിച്ചിരുന്ന വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം പാർട്ടിയിലുണ്ടെന്ന് ഇതോടെ വ്യക്തമായി. 2 പതിറ്റാണ്ടായി EP ജയരാജനുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉയർന്നപ്പോഴും പിണറായി വിജയൻ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞിരുന്നില്ല. MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിന് പരോക്ഷമായി വിമർശിച്ച അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയെ പോലും പിണറായി തള്ളിപ്പറഞ്ഞിരുന്നു. കണ്ണൂരിൽ സ്വാധീനമുള്ള EP ജയരാജനെ വിഴിഞ്ഞ വിഷയത്തിൽ തള്ളിപ്പറയാൻ പിണറായി തയ്യാറാവുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. MV ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെടുന്ന വിഭാഗത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന നേതാവാണ് EP ജയരാജൻ.
തന്റെ പ്രസ്താവന പാർട്ടിയിൽ ഉണ്ടാക്കാവുന്ന ചർച്ചകൾ മുൻകൂട്ടി കണ്ട് തന്നെയാണ് അദ്ദേഹം പ്രതികരണം നടത്തിയതെന്നാണ് സൂചന. VD സതീശൻ നടത്തിയ മാംഗ്ലൂർ യാത്രയെ വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധിപ്പിച്ച് ഗുരുതര ആരോപണമാണ് MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. ഈ ആരോപണങ്ങളെയൊക്കെ ഒരു പ്രതികരണത്തിലൂടെ റദ്ദാക്കുകയാണ് EP ജയരാജൻ ചെയ്തത്. പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി VD സതീശനെ ഉന്നമിട്ട് അഴിമതി ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് EP അതിനെ തള്ളി പറഞ്ഞത്. ആരെങ്കിലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അത് വിശദീകരിക്കട്ടെ എന്നാണ് EP പറഞ്ഞത്. കരാർ വ്യവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ അനുമതി നിർബന്ധമാണെന്നും കരാറുകാരന് മാത്രമായി പുറം കരാർ ഉണ്ടാക്കാൻ കഴിയില്ലെന്നും EP ചൂണ്ടിക്കാട്ടിയിരുന്നു. വിഴിഞ്ഞം തുറമുഖ MD ആയിരുന്ന IAS ഉദ്യോഗസ്ഥ ദിവ്യ എസ് അയ്യരെ മാറ്റിയ സംഭവം വിവാദ വിഷയമാക്കേണ്ട കാര്യമില്ലെന്ന് CPI നേതാവ് KK ശൈലജയും പ്രതികരിച്ചു. സർക്കാർ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്നും ശൈലജ പറഞ്ഞു. ദിവ്യയെ സ്ഥാനത്തു നിന്ന് മാറ്റിയതിൽ നേരത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വിമർശനം ഉന്നയിച്ചിരുന്നു. ഡീലിന്റെ ഭാഗമായിട്ടാണ് ദിവ്യയെ മാറ്റിയതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. പിന്നാലെ മറുപടിയുമായി VD സതീശൻ രംഗത്ത് വന്നിരുന്നു. ദിവ്യയെ മാറ്റിയത് സ്വാഭാവിക നടപടിയാണെന്നും വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ രാഗേഷിന് എന്താണ് പ്രത്യേക താല്പര്യമെന്നും തന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നാണ് VD സതീശന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നേതൃമാറ്റം വരുത്തുന്ന രീതി CPM-ൽ ഇല്ലെന്നും KK ശൈലജ ഇതോടൊപ്പം പ്രതികരിച്ചിട്ടുണ്ട്. തോൽവിയിൽ എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തമാണുള്ളതെന്നും വ്യക്തിപരമായ ഒന്നല്ലെന്നും അവർ പറഞ്ഞു. തെറ്റുതിരുത്തി വരുന്നവർ പാർട്ടിയിലേക്ക് മടങ്ങിയെത്തുന്നതിൽ കുഴപ്പമില്ലെന്ന MV ജയരാജന്റെ പ്രസ്താവനയിൽ പാർട്ടി സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയതിനാൽ താൻ പ്രത്യേകിച്ച് അഭിപ്രായം പറയേണ്ടതില്ലെന്നും അവർ വ്യക്തമാക്കി. എല്ലാവരും പറയുന്നത് അതിനുള്ള നടപടികൾ പാർട്ടി നേതൃത്വം കൈകൊള്ളുമെന്നും ശൈലജ വിവരിച്ചു. തിരുത്തൽ നടപടികൾ പാർട്ടി കൈകൊള്ളുമെന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ നേതാക്കൾ രണ്ടു കൂട്ടരും രണ്ടു തരത്തിലുള്ള അഭിപ്രായങ്ങളുമായിട്ട് വരുന്നതാണ് പാർട്ടിയിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉടലെടുക്കുന്നു എന്നുള്ളതിന്റെ സൂചന.